ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ അമയ വിഷ്ണു റിലേറ്റഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ കാണുമ്പോഴായിരിക്കും കുറച്ചുകൂടെ ഒരു കണ്ടിന്യൂറ്റി കിട്ടുക. എങ്കിലും കുഴപ്പമില്ല, ഞാൻ സംഭവം എന്താണെന്നുള്ളതെന്ന് ചുരുക്കി പറഞ്ഞു തരാം. അപ്പോൾ അന്നേ തന്നെ ഇവർ ആ ഒരു വീഡിയോ ഇട്ട സമയത്ത് തന്നെ നമുക്ക് വലിയൊരു സിഗ്നൽ തന്നിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഫസ്മിന സക്കീർ ലല്ലൂമ്പി യൂണിറ്റ്സ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, രേണു സുബി യൂണിറ്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. പൂജ അമൽ പോലെയുള്ള +2 കാലഘട്ടം പൂർത്തിയാക്കുന്നതിന്, +2 വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നതിന് മുന്നേ തന്നെ ഒളിച്ചോടി പോകുന്ന ആ ഒരു യൂണിവേഴ്സിനെ പറ്റി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ യൂണിവേഴ്സുകളെയൊക്കെ ഇനി നമുക്ക് വിട പറയാം. ഇനി മുതൽ അടുത്ത കുറച്ച് നാളത്തേക്ക് സോഷ്യൽ മീഡിയ ഭരിക്കാൻ പോകുന്നത് ഞങ്ങളുടെ യൂണിവേഴ്സ് ആയിരിക്കും എന്നുള്ള വലിയൊരു സിഗ്നൽ തന്നെയായിരുന്നു സുഹൃത്തുക്കളെ അന്ന് അവർ തന്നിട്ടുണ്ടായിരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു യൂണിവേഴ്സിനെ പറ്റി സംസാരിക്കുമ്പോൾ സമയമുള്ള ആളുകൾ മാത്രം കുത്തിയിരുന്ന് ഈ ഒരു വീഡിയോ കാണുക. കാര്യം അത്ര വലിയ ഭീകര സംഭവ കാര്യങ്ങളൊന്നുമില്ല. നമുക്കൊന്ന് പോയി നോക്കാം ഈ ഒരു യൂണിവേഴ്സ് എന്താണ്, എന്തൊക്കെയാണ് ഇതിനകത്തിലെ കറന്റ്ലി നടക്കുന്ന കാര്യങ്ങൾ, അതൊക്കെ ഉള്ളത് ഭയങ്കര രസമാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഇവരെ ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടെ ഒന്ന് പരിചയപ്പെടുത്തി തരാനെ കൊണ്ട് ഒരു വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം. എടാ, ഞാന് ഒരു ചെറുക്കനെ നോക്കിയാല് നീ എന്ത് ചെയ്യും? ആൻഡ് ദ റെസ്റ്റ് ഈസ് ഹിസ്റ്ററി ഗൈസ്. ഇനി കുറെ നാളുകൾക്ക് മുന്നേ ഇവരുടെ ഒരു ഇന്റർവ്യൂവിൽ ഇവരുടെ പ്രണയത്തെ പറ്റിയിട്ട് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. നമുക്ക് അതുകൂടെ ഒന്ന് കേൾക്കാം. ഇഷ്ടപ്പെട്ട് അതെ ഗൈസ്, 12ാം വയസ്സിലാണ് ഈ പെൺകുട്ടിക്ക് അടുത്തിരിക്കുന്ന ആ പയ്യന്റെ അടുത്ത് നിർഗളമായിട്ടുള്ള ഒരു പ്രണയം തോന്നിയത് സുഹൃത്തുക്കളെ. ഒരു മനുഷ്യ ശരീരത്തിൽ 206ഓളം അസ്ഥികളാണുള്ളത്. അതിലെ ആദ്യത്തെ അസ്ഥിയിൽ പിടിച്ച പ്രണയമാണ് ആ കാണുന്നത്. അതാണ് ആദ്യത്തെ അസ്ഥി. ഇത് രണ്ടാമത്തെ അസ്ഥി. ഇനി സംഭവം എന്താണെന്നുള്ളത്, ഇതിന്റെ ഒരു സ്റ്റോറി ലൈൻ എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ചുരുക്കി പറഞ്ഞു തരാം. അതായത് ഇവർ തമ്മിൽ പ്രണയ വിവാഹമായിരുന്നു. ആക്ച്വലി ലീഗിൽ ഇവർ രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഇവർ തമ്മിൽ പുറത്തേക്കുന്ന സമയത്തേക്ക് ഈ പെൺകുട്ടിയുടെ അമ്മ എന്തോ വഴക്ക് പറഞ്ഞത്, എന്തോ സീൻ അങ്ങനെ എന്തോ പറഞ്ഞതിന്റെ പേരിലാണ് ഇവർ പെട്ടെന്ന് ഒളിച്ചോടിപ്പോയി കല്യാണം കഴിച്ചിട്ടുള്ളത്. ലീഗലി രജിസ്റ്റർ ചെയ്തിട്ടില്ല, അല്ലാത്തുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് ഇവരുടെ ഉള്ള ഒരു സുഹൃത്തുണ്ട്, ഈ പയ്യന്റെ സുഹൃത്തുണ്ട്. ഈ സുഹൃത്തുമായിട്ട് വളരെ ക്ലോസ് ഫ്രണ്ട് ആണെന്നൊക്കെയായിരുന്നു ഇവൻ ആ ഒരു വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ ഒരു സുഹൃത്തുമായിട്ട് ഈ പെൺകുട്ടിക്ക് മറ്റൊരു രീതിയിലുള്ള ഒരു ബന്ധത്തിലോട്ട് കാര്യങ്ങളൊക്കെ പോയി. ഇപ്പം അവനെക്കുറിച്ച് മൈൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ഒക്കെ ഇടുന്നത് നമുക്കവിടെ കാണാൻ സാധിക്കും. ഈ സമയത്ത് ജോലിക്ക് പോകുന്നതിന് പകരം മൈൻ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ പിടിച്ച് അവനുമായിട്ട് ഒത്തുപോയിട്ടുള്ള ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ആ രീതിയിൽ പോകാൻ, അങ്ങനെ ഒരു റിവഞ്ചാണ് സുഹൃത്തുക്കളെ ഈ ഒരു പെൺകുട്ടി കാണിക്കുന്നത്. എന്നാൽ തൊട്ടിപ്പുറത്ത് ഇവൻ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവളെന്നെ അങ്ങനെ ഇട്ടേച്ച് പോയി, അവൻ്റെ കൂടെ പോയി, ഇവർ തമ്മിലുള്ള കുൽസിത ചാറ്റ്, മറ്റേതും മറിച്ചതും, മാങ്ങ തേങ്ങ ചക്ക, ഓൾ ദി തിങ്സ് ഞാനിത് പുറത്തോട്ട് കൊണ്ടിടും. ഇത് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ആയിട്ട് ഇങ്ങനെ ഒരു സീരീസ് പോലെ തുടങ്ങുന്നുള്ളതാണ് സുഹൃത്തുക്കളെ അവൻ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഈ ഒരു യൂണിവേഴ്സിനെ പറ്റിയിട്ടുള്ളൊരു ധാരണ കിട്ടിയിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഇനി ഞാൻ നിങ്ങളെ ഈ ഒരു യൂണിവേഴ്സിന്റെ അടുത്ത അധ്യായത്തിലോട്ടാണ് സുഹൃത്തുക്കളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഇവൻ പറഞ്ഞതുപോലെ തന്നെ പാർട്ട് 1ഉം പാർട്ട് 2ഉം പാർട്ട് 3 ഇവരെല്ലാം ഇവൻ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ ഒരു പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു എക്സ്പ്ലനേഷനും വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം ഇതൊക്കെ കണ്ടപ്പോഴത്തേക്കിന് എടുത്ത് വെച്ച് റോസ്റ്റ് ചെയ്യാന്നുള്ളതായിരുന്നു വിചാരിച്ചത്. പക്ഷെ അവൻ സാഡ് ബിജിഎമ്മും കുത്തിക്കേറിയിട്ട് കരഞ്ഞുകൊണ്ടുള്ള വീഡിയോസൊക്കെ ഇൻസ്റ്റയിലെ റീൽസിൽ ഒരുപാട് കിടന്നിങ്ങനെ ഓടിക്കളിക്കുന്നുണ്ട്. അതൊക്കെ കാണുമ്പോഴത്തേക്കിന് എനിക്ക് സങ്കടം വന്നു. എനിക്ക് അവരെ റോസ്റ്റ് ചെയ്യാൻ പറ്റില്ല സുഹൃത്തുക്കളെ, എന്നെ കൊണ്ട് അത് കഴിയുമെന്ന് തോന്നില്ല. എന്താണെങ്കിലും ആദ്യം ഒരു പെൺകുട്ടിയുടെ സൈഡ് എന്താണെന്നുള്ളത് നമുക്കൊന്ന് കേൾക്കാം. ഹായ് ഗൈസ്, അപ്പൊ ഞാനിപ്പോ പറയാൻ പോണത്, നിങ്ങളിപ്പോ അവൻ പറയുന്നതും കേട്ട് അവന്റെ വാക്ക് വിശ്വസിക്കണ്ട. അവനെന്ന് വെച്ചാൽ റീച്ചിന് വേണ്ടിയിട്ടാണ് ഓരോന്ന് ഇപ്പൊ കാണിച്ചിട്ടിരിക്കുന്നത്. അത് നമുക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. റീച്ചിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഉള്ളതാണേ പറയണത്, നമുക്ക് മനസ്സിലായിട്ടില്ല. അവൻ അക്കൗണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ, 2 അക്കൗണ്ടും എന്റെ കയ്യിലാണ്. ഈ 2 അക്കൗണ്ടും എന്റെ അക്കൗണ്ടാണ്. അപ്പൊ ഞാൻ അവന് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ എന്റെ അക്കൗണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ ആ ഒരു ഫസ്റ്റ് വീഡിയോ ഇട്ടപ്പോഴത്തേക്കും അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഇപ്പം ഇതിവിടൊക്കെ വന്ന് പറയുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ, മുമ്പ് നമ്മുടെ 2 അക്കൗണ്ട് ഉണ്ട്, അതെല്ലാം അവളുടെ കയ്യിലാണത്. ഈ പെൺകുട്ടിയുടെ പേരിൽ തന്നെ ഉള്ള 2 അക്കൗണ്ട് ഉണ്ട്. ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇവിടെ സൈഡിൽ കൊടുക്കാം. അപ്പം ഇതാണ് സംഭവം. പിന്നെന്ന് വെച്ചാൽ അവന് ഈ കുറെ ഫോട്ടോസും കാര്യങ്ങളും അതൊക്കെ പിടിച്ച് അവന് ഞാൻ എല്ലാ ഫോട്ടോസും അയച്ചു കൊടുത്തിട്ടുണ്ടെന്നെ കാരണം. ഞാൻ അങ്ങനെ ഒരു ഫോട്ടോസും ഒരു കാര്യങ്ങളും അയച്ചു കൊടുത്തിട്ടില്ല. എന്റെ ഫോണൊന്നും റിക്കവർ എന്ന് പറഞ്ഞ സാധനമേ ചെയ്തിട്ടില്ല. അവൻ കുറെ കാര്യത്തിൽ പറയുന്നുണ്ടല്ലോ, ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ എപ്പോഴോ എന്റെ കൂട്ടുകാരുടെ ഒരു തമാശയ്ക്ക് കുറെ കാര്യങ്ങൾ ഇങ്ങനെ ചുമ്മാ മെസ്സേജ് അയച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്ര മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതിനാണ് അവൻ ഇങ്ങനെയൊക്കെ കിടന്ന് പറയുന്നത്. ഇത് മറ്റേ കിലിക്കത്തിലെ രേവതിയുടെ കൂട്ട് ഞാൻ ഫോട്ടോസ് ഒന്നും അയച്ചു കൊടുത്തില്ല. പിന്നെ മുമ്പ് ഒരു തമാശയ്ക്ക് ഞാൻ എന്തൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ അവൻ എടുത്തു വെച്ചിങ്ങനെ പറയുന്നത്. ഞാൻ അത്രേ ചെയ്തുള്ളൂ, മോള് ബാക്കി പറ. അവൻ എന്നെ എന്തൊക്കെ ചെയ്തെന്ന് വെച്ചാല് എന്നെ അവൻ ഒന്നുമേ നോക്കിയിട്ട് കൂടിയില്ല. നോക്കിയിട്ടില്ലെന്നാ എന്താ മോളെ അന്നത്തെ ഇന്റർവ്യൂവിനകത്തൊക്കെ എന്തൊക്കെയാണോ എന്ന് പറഞ്ഞത്? അവൻ ജോലിക്ക് പോണ്ട, എന്റെ കൂടെ ഇരുന്നാ മതി, അവന്റെ അച്ഛൻ പണിക്ക് പോയിട്ട് നമ്മളെ നോക്കിക്കോളൂ എന്ന് പറഞ്ഞേക്കുന്ന മുതലാണിത്. അവ എന്നെ നോക്കിയില്ലെന്ന്. എങ്ങനെ നോക്കണമായിരുന്നു? 24 മണിക്കൂർ ഇങ്ങനെ
കണ്ണു ചിമ്മി ഇങ്ങനെ നോക്കണമായിരുന്നോ? എൻ്റെ പൊന്നോ. നാടകം വരെ എന്നെ കൊണ്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ പറയുന്ന വിഷ്ണു എന്ന് പറഞ്ഞ ആള്. പിന്നെ ഒരു ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ടല്ലോ, പണിക്ക് പോയി നോക്കുന്ന. പണിക്കൊന്നുമല്ല, ആ റീച്ചിന് വേണ്ടി മാത്രമാണ് ഒരു ദിവസം പണിക്ക് പോയത്, അവൻ ആ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം. അല്ലാതെ അവൻ പണിക്കൊന്നും പറഞ്ഞ സാധനത്തിലേ പോകത്തില്ല. ഈ പറയുന്ന പ്രസ്തുത വീഡിയോ പണിക്ക് പോയി എന്നൊക്കെ പറയുന്നത് ഇതാണെന്ന് തോന്നുന്നു. കണ്ട് ഇതിനകത്ത് അവൻ പണിക്ക് പോകുന്ന സംഭവങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇവന് പണിക്ക് പോകാനുള്ള അനുവാദം ഈ ഒരു കുട്ടി ഏതോ ഒരു സാഹചര്യത്തിൽ കൊടുത്തു എന്നുള്ളതാണ് തോന്നുന്നത്. ചിലപ്പം ഈ ഒരു സാഹചര്യത്തിലായിരിക്കാം ഈ പെൺകുട്ടിക്ക് തോന്നിയിട്ടുണ്ടാവുക അവൻ അവളെ നോക്കിയില്ല എന്നുള്ളത്. കാരണം 24 മണിക്കൂർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ് ഈ പെൺകുട്ടി പറയുന്നത്. ഈ പെൺകുട്ടിക്ക് പഠിക്കാൻ പോകാൻ താല്പര്യമില്ല, ജോലിക്ക് പോകാൻ താല്പര്യമില്ല, അവനെ ഇട്ട് വിടാനും താല്പര്യമില്ല, അവൻ്റെ അച്ഛൻ പണിയെടുത്തിട്ട് ഇവരെ നോക്കണം എന്നുള്ളതാണ് ഈ പെൺകുട്ടി പറഞ്ഞേക്കുന്നത്. അവനാണെങ്കിലോ ഒരു ഡാഡി കൂളിന്റെ എക്സ്പയറി ഡേറ്റ് നോക്കിയിരിക്കുകയാണ്, എത്ര നാൾ പണിക്ക് പോവാതെ ഇങ്ങനെ സൂചിച്ച് കഴിയാന്നുള്ളത്. 2 സൂപ്പർ. ബാക്കി പറ. പിന്നെ ഈ അവന്റെ റീച്ചിന് വേണ്ടിയാണ് ഇപ്പൊ അവൻ ഓരോന്ന് കാണിച്ചിട്ടിരിക്കുന്നത്. ഈ അബി എന്ന് പറഞ്ഞ ആളുമായിട്ട് ഇവൻ പറയുന്ന പോലെ ഇവന്റെ കൂട്ടുകാരനല്ല ഒരിക്കലും. ഈ അബി എന്ന് പറഞ്ഞ ആള് ഒരിക്കലും കൂട്ടുകാരനൊന്നുമല്ല. ഇങ്ങനെ ഒരു ദിവസം ഒരു പരിപാടിക്ക് എന്തോ വന്ന് ഈ ഡ്രം സെറ്റിൽ പോകണ്ടായിരുന്നു. അങ്ങനെ വന്നിട്ട് പണ്ടെപ്പോഴോ കണ്ടൊരു ഇത് മാത്രമാണ്, അല്ലാതെ ഈ കൂട്ടുകാരനെന്ന് പറഞ്ഞ ആളെ അല്ല ഇവന്റെ അബി. ട്വിസ്റ്റ് ഗൈസ്, ഈ യൂണിവേഴ്സിലെ അടുത്ത ട്വിസ്റ്റ്, അവന്റെ സുഹൃത്തായിരുന്നില്ല. ഒരു തവണ എപ്പോഴോ വന്ന് പരിചയമുണ്ട് എന്നുള്ളതല്ലാതെ സുഹൃത്തല്ല എന്നുള്ളതാണ് പറയുന്നത്. കൊള്ളാം. കഥ ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. ബാക്കി പറ. ആദ്യം മനസ്സിലാക്ക്, അബി ഇവന്റെ കൂട്ടുകാരൻ ഒരിക്കലും അല്ല. അവന്റെ എന്ന് വെച്ചാൽ ഇപ്പൊ ഒരാളെയും കിട്ടിയിട്ടുണ്ട്, കുറെ ആൾക്കാർ പറയണം കേട്ടിട്ട് എന്നെ ഇങ്ങനെ ബാഡായിട്ട് പറഞ്ഞ് നടക്കുവാണ്. എന്നോട് ഇഷ്ടമുണ്ടെന്നൊക്കെ പറയുന്നത്, ഇഷ്ടമുള്ള ആൾ ഒരിക്കലും ഇങ്ങനെ ബാഡായിട്ടൊന്നും പറയില്ല. പിന്നെ ഞാനിത് നിങ്ങളെ കൊണ്ട് പറയോ, നിങ്ങൾ ആദ്യം അവനെ മനസ്സിലാക്കല്ലേ. എന്നെ മനസ്സിലാക്കണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അവൻ റീച്ചിന് വേണ്ടിയാണ് ഇപ്പൊ ഒരേന്നൊക്കെ സംഭവം. ഇതൊരു ഈ യൂണിവേഴ്സിനെ പറ്റിയിട്ട് ഈ പെൺകുട്ടി പറഞ്ഞ ഈ ഒരു കാര്യമുള്ളതാണ്. അങ്ങനെ ഇഷ്ടമുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ ചെയ്യോ. അതായത് നമുക്ക് ഇപ്പോൾ ഒരു പ്രണയത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു വ്യക്തി നമ്മളെ ഇപ്പം ചതിക്കുകയോ വഞ്ചിക്കുകയോ കാര്യങ്ങളൊക്കെ ചെയ്തു പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്ക് ദേഷ്യമോ വിഷമമൊക്കെ തോന്നും. എന്ന് കരുതിയിട്ട് അയാളെ നമുക്ക് നഷ്ടപ്പെട്ടതിന് ശേഷവും അയാളോടൊരു റിവെഞ്ച് മൂഡിൽ നമ്മൾ കാണിക്കുന്ന ഓരോ പരിപാടികളും, നമ്മൾ ആ ഒരു വ്യക്തി നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ ആ ഒരു വ്യക്തിയെടുത്ത് കാണിച്ചിരുന്ന ആ ഒരു പ്രണയം ഉണ്ടല്ലോ, ആ ഒരു പ്രണയത്തോട് തന്നെ നമ്മൾ കാണിക്കുന്ന ഒരു ഡിസ്റെസ്പെക്ട് പോലെയാണ് എനിക്ക് ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രണയം എന്ന് പറയുന്നത് എപ്പോഴും അൾട്ടിമേറ്റ് തന്നെ ആവണം, അല്ലാതെ ഇതൊക്കെ മാറ്റാത്ത യൂണിവേഴ്സായി പോയി. ബാക്കി പറ. അവനിപ്പോ വന്നിട്ട് കുറച്ച് കേസുണ്ട്. അവന് വന്നിട്ട് കുറച്ച് വണ്ടി കേസുണ്ട്, പിന്നെ വന്നിട്ട് ഒരു കഞ്ചാവ് കേസ് കുറച്ചുണ്ട്. അപ്പൊ അതിൽ ഒരു കേസ് 1-2 കേസ് ഇപ്പൊ അവന് വാറണ്ടാണ്. അത് അവന്റെ അഡ്വക്കേറ്റ് എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും കുറെ കാര്യങ്ങൾ അവന് ചെയ്തിട്ടുണ്ടായിരുന്നു. അവൻ വണ്ടി എടുത്തിരിക്കുന്നതും അത് എന്റെ പേരിൽ എന്റെ അക്കൗണ്ട് വരെ അക്കൗണ്ടുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എനിക്കിപ്പോ എന്റെ അക്കൗണ്ടിൽ പൈസ ഇടാൻ പറ്റത്തില്ല, ആ വണ്ടിക്കാരാണ് പിടിച്ചിട്ട് പോണത്. പിന്നെ അതല്ലാതെ അവന് പിന്നെ ഈ എല്ലാവരും ഇപ്പൊ കൊച്ചെന്ന് പറയുന്നുണ്ടല്ലോ, അബീന്റെ കൊച്ച്. അങ്ങനെ എനിക്ക് കൊച്ചും ഉണ്ടായിട്ടില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. അവനായിട്ട് ഇങ്ങനെ എല്ലാവരും കൊണ്ട് ചുമ്മാ പറഞ്ഞ് നടക്കുവാണ്. അങ്ങനെ ഒരു കൊച്ചും കാര്യങ്ങളും ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല. പിന്നെ വന്നിട്ടാണെങ്കിൽ അവനാണെങ്കിൽ ഒരു ഫോൺ ഞാൻ എടുത്തു കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും പൈസ വെച്ചിട്ടായിരുന്നു. പക്ഷെ എന്നിട്ട് കൂടി എനിക്കൊരു ഫോൺ, നല്ല ഫോണില്ല. അവന് വന്നിട്ട് ഒരു സാംസങ് S22 Ultra എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൂടി അവൻ കൊണ്ടുപോയി. പല സാധനങ്ങളും ഞാൻ വാങ്ങിക്കൊടുത്ത സാധനങ്ങളൊക്കെ കൊണ്ടുപോയി. അതൊന്നും ഞാൻ ചോദിക്കുന്നില്ല. പക്ഷെ എന്നെ അവൻ നോക്കിയിട്ടുണ്ടെന്ന് അവൻ ഒരിക്കലും പറയാൻ പറ്റില്ല. എന്നെ നോക്കിയിട്ടൊന്നുമില്ല. എന്നെ ഇങ്ങനെ അവൻ ഡ്രം സെറ്റിന് പോകും, അവിടെ അത്രയും വോയിസ് ഉള്ള സ്ഥലം, അവിടെ കൊണ്ടാണ് അവൻ കൊണ്ടിട്ടിട്ടുള്ളത്. അവിടെ ആർക്കും ഇതൊന്നും ആരും വിശ്വസിക്കത്തൊന്നുമില്ല. പക്ഷെ പല ആൾക്കാരും ഇങ്ങനെ കൊട്ടാൻ പോണവർക്ക് എന്തായാലും അവിടെ വന്നിട്ടുള്ളവർ ഏത് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും, എന്തായാലും കണ്ടിട്ടുണ്ടാവും എന്ന്. ഇനിയിപ്പോ അവൻ പാർട്ട് 2 എന്ന് പറഞ്ഞ അടുത്ത വീഡിയോ എന്നെ പറ്റിയിട്ടായിരിക്കും ഇടുന്നത്. പക്ഷെ അവൻ പറയട്ടോ, കുഴപ്പമില്ല. എനിക്ക് അവനത് ഇട്ടു, അവനത് പറഞ്ഞു. പക്ഷെ എനിക്ക് മനസ്സിലാവാത്ത ഫുള്ള് കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ, 2 പണിക്ക് പോകത്തില്ല. 2 പണിക്ക് പോവാതെ ബൈക്ക് എടുക്കാനും S23 Ultra എടുക്കാനും ഇവറ്റകൾക്ക് എവിടുന്ന പൈസ? 3 നേരം സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഈ പയ്യൻ്റെ ഡാഡി കൂടി പണിക്ക് പോയിട്ട് ഇവർക്ക് ഭക്ഷണം കൊടുക്കും. പക്ഷേ ഇതൊക്കെ എടുക്കുക, ബാക്കിയുള്ള സാധനം എടുക്കുക. 2 പണിക്ക് പോകാതെ ഇത് എവിടുന്ന് പൈസ വന്നു നിങ്ങൾക്ക്? ഐ വാണ്ട് ദ കംപ്ലീറ്റ് ലിസ്റ്റ് ബിഫോർ ദ സൺറൈസ്. എന്താണെങ്കിൽ ഇതിന് ശേഷം ഈ കുട്ടിയുടെ ഭാഗത്തു നിന്ന് 2-3 റീൽസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ റീൽസ് ഞാനിവിടെ സൈഡിലോട്ട് കൊടുക്കാം. കർമ്മ, അയ്യോ അവനെ തേച്ചില്ലേ വെടി തേപ്പുകാരി, ഓ പാവത്തിന് ബ്രേക്കപ്പ് ചെയ്തല്ലോ നീ ദുഷ്ടത്തി, നാണമുണ്ടോടി നിനക്കെന്നുള്ള നിരന്തരം ചോദ്യങ്ങൾ ഈ പെൺകുട്ടിക്ക് കേൾക്കേണ്ടി വരുമ്പോൾ ആശ്വാസം കണ്ടെത്തുന്നത് യു ഹാവ് എ ടെക്സ്റ്റ് മെസ്സേജ്, അബി നീ കഴിച്ചോ?
അത്രയും കാര്യങ്ങളെയൊക്കെ മാറ്റി നിർത്താനെ കൊണ്ട് ഈ പെൺകുട്ടിക്ക് കഴിഞ്ഞത് അബിയുടെ ആ ഒരൊറ്റ മെസ്സേജ്. എന്തായിരുന്നു ആ മെസ്സേജ്? നീ കഴിച്ചോ പൊന്ന, പൊന്ന നീ കഴിച്ചോ? ആയിട്ടായി, ഞാൻ കഴിച്ചു. ഫുള്ള് ഡിപ്രഷൻ ആയിരുന്നു. അവിടെ നോക്കുമ്പോഴത്തേക്ക് എന്നെ അങ്ങനെ വിളിക്കുന്നു, ബ്രേക്കപ്പ് തേപ്പുകാരെന്നൊക്കെ വിളിച്ചപ്പോൾ മൊളുസി നീ കഴിച്ചോ? ഏട്ടായി ഞാൻ കഴിച്ചു. വാവ്, ന്യൂ ട്രിക്ക് അൺലോക്ക്ഡ്. സിംഗിൾസ് ആയിട്ട് നടക്കുന്ന എല്ലാവർക്കും ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്യാവുന്നതാണ് സുഹൃത്തുക്കളെ. ഇതുപോലെ ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന പെൺകുട്ടികളുടെ അടുത്ത് ഇതുപോലൊരു മെസ്സേജ് അയച്ചാൽ മതി. എന്ത് മെസ്സേജ്? നീ കഴിച്ചോ? അപ്പൊ തന്നെ ഫ്ലാറ്റ്. അത്രേ ഉള്ളൂ. ഏട്ടായിയുടെ കാന്താരി എന്നാണെങ്കിൽ. പക്ഷെ ഭയങ്കര ഈ ഒരു കെയറിങ് ഭയങ്കരമായിട്ട് ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിയാണ് സുഹൃത്തുക്കളെ നമ്മുടെ ഈ ഒരു കഥാനായിക മുമ്പത്തെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. ഈ കൊച്ചു പ്രായത്തില് അഞ്ചു ഇത്രയും നാളത് ഡീപ്പായിട്ട് കൊണ്ടുപോയത് ആദ്യമായിട്ട് ഇഷ്ടമാന്ന് പറഞ്ഞ ആളായതുകൊണ്ടാണോ അതോ വിഷ്ണുവിനെ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാണോ? അതെന്താന്ന് അറിഞ്ഞൂടെ, ഇങ്ങനെയൊക്കെ കാണിച്ചപ്പോ എനിക്ക് അതൊരു സീരിയസ് ആണെന്ന് തോന്നി. പെട്ടെന്നൊരു കേറൊക്കെ കിട്ടിയപ്പോ മതിയെന്ന് തോന്നി. ആണോ? പെട്ടെന്നൊരു കർവ് കിട്ടിയപ്പോഴോ? പെട്ടെന്നൊരു കെയർ കിട്ടിയപ്പോഴത്തേക്കിന് സീരിയസ് ആണെന്നൊക്കെ തോന്നിയെന്ന്. ആൻഡ് ഇവരുടെ പ്രണയം എങ്ങനെയാണെന്ന് അറിയാവോ? ഫേസ്ബുക്ക് വഴിയുള്ള പ്രണയമാണ്. അത് നമുക്ക് അവസാനത്തിലോട്ട് നമുക്ക് പറയാം. ഇവരുടെ പ്രണയം എങ്ങനെയാണ് ഉടലെടുത്തത് ഫേസ്ബുക്ക് വഴിയുള്ള എന്നുള്ള അതിലോട്ട് വരാം. അപ്പം കേട്ടല്ലോ, ആ ചെറിയൊരു കെയർ മതി. ഇങ്ങനെ സങ്കടപ്പെട്ട് കിടക്കുമ്പോൾ നീ കഴിച്ചോ? സങ്കടം മൊത്തം മാറി അവള് ഫ്ലാറ്റ്. എന്താണെങ്കിലും പെണ്ണ് കിട്ടാത്ത നമ്മളെ പോലുള്ള എല്ലാ ആൾക്കാർക്കും ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ സൂക്ഷിക്കണം. ഓക്കെ, അത്ര എനിക്ക് പറയാനുള്ളൂ. ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കഥാനായകനിലേക്ക് വരാം സുഹൃത്തുക്കളെ. പറയൂ, കഥാനായകന് എന്തൊക്കെയാ പറയാനുള്ളത്? ഹായ് ഗൈസ്, അപ്പൊ ഇന്ന് രണ്ടാമത്തെ വീഡിയോ ആണ്. ഈ വീഡിയോയിൽ വേറെ ഒന്നല്ല പറയാൻ പോണത്. അവളിനെ ഞാൻ അനാവശ്യ വാക്കുകൾ കുറെ വിളിച്ചെന്ന് അവൾ ഒരു വീഡിയോ പറയുന്നുണ്ടല്ലോ. അത് വിളിക്കാൻ കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ ഒരു ജസ്റ്റ് നമ്മളുടെ ചാറ്റ് ലിസ്റ്റ് ഒരു ഫോട്ടോ സ്ക്രീൻഷോട്ട് ഞാൻ ഈ വീഡിയോയിൽ നിന്ന് ആഡ് ചെയ്യുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. ഞാൻ ഈ ഒരു വോയിസ് ഐസൊലേറ്റ് ചെയ്തിട്ടാണ്, ഐ മീൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്ന് റെഡ്യൂസ് ആക്കിയിട്ടാണ്, കോപ്പറേറ്റ് ഇഷ്യൂ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ വെക്കുന്നത്. ഇങ്ങനെ മൂഞ്ചി തെറ്റിയിരിക്കുന്ന അവസ്ഥയിലും BGM ഇടാൻ കാണിച്ചേക്കുന്ന ഒരു മനസ്സ് മുത്തേ ഇജ്ജ് പൊളി. കണ്ടിട്ട് എനിക്ക് സങ്കടം വന്നിട്ട് അരമണിക്കൂർ ഞാൻ എണീച്ച് നിന്ന് ഞാൻ കരഞ്ഞു. അത്രയേ ഉള്ളൂ. ഇതിനകത്ത് ഇവനൊരു മെസ്സേജ് ചാറ്റിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്, നമുക്കൊന്ന് വായിക്കാം. ഇനി എല്ലാവർക്കും അറിഞ്ഞോളും, ഡീപ്പ് ഒന്നും ആവണ്ട. അതിന് വിഷ്ണു മിണ്ടുന്നുണ്ടോ? തഞ്ചാവൂർ ബന്ധമുണ്ടായിരുന്നു, പിന്നെ ഇവിടെ വന്നിട്ട് അങ്ങനെ ഒരു ബന്ധമുണ്ടായിരുന്നു. എനിക്ക് കൊച്ചുണ്ടാവുമോ എന്ന് കൂടി അറിയില്ല. ഡാ നന്നായി. അല്ല, എൻ്റെ മാത്രം കുഴപ്പമാണോ എന്ന് എനിക്കറിയില്ല. ഈ ചാറ്റ് വായിച്ചിട്ടേ എനിക്കങ്ങോട്ട് എന്താണെന്നുള്ളത് മനസ്സിലായില്ല. അപ്പോൾ നമുക്ക് കമൻറ്റ് ബോക്സിലോട്ട് നോക്കാം. കമൻറ്റ് ബോക്സിൽ ഏതെങ്കിലും വിദഗ്ധർ ഇതിനെ കണ്ടെത്തിയിട്ടുണ്ടാകും. നമുക്ക് നോക്കാം. ഈ സമയത്ത് ചോദിക്കാൻ പാടുണ്ടോ എന്ന് അറിയില്ല. അവിടൊക്കെ ഗ്യാസ് കിട്ടുന്നുണ്ടോ? 17 ലൈക്ക്. വാഴ 2 കണ്ടവരുണ്ടോ? BPL കാർക്ക് മണ്ണെണ്ണ വന്നിട്ടുണ്ട്. നാളെയെങ്കിലും എനിക്ക് വാഴ 2 കാണാൻ പോകണം. എന്താണ് തമാശയാക്കാണ്? എന്താണ് നിങ്ങൾ തമാശയാക്കാണ്? ഒരുത്തൻ ചങ്ക് പൊട്ടി BGM കുത്തി കയറ്റിയിട്ട് അവിടെ ചങ്ക് പൊട്ടി കരയുമ്പോൾ ഇങ്ങനെയൊക്കെയാണോ വർത്തമാനം പറയണത്? നിങ്ങൾ മനസ്സാക്ഷി ഉണ്ടോ നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, എനിക്ക് അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇവരെ റോസ്റ്റ് ചെയ്യാൻ എനിക്ക് കഴിയില്ല. എനിക്ക് മാനസികമായിട്ട് അവനാ BGM ഒക്കെ ഇട്ടിട്ട് ഇത് കാണുമ്പോൾ എനിക്ക് പറ്റണില്ല ഗൈസ്. രണ്ടുപേരെ പറ്റിയിട്ട് അങ്ങനെ പറയട്ടെ. ആ സാഹചര്യം നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനത്തെ കമൻറ്റ് ഇടാൻ പറ്റുന്നത്? നമുക്ക് നോക്കാം എന്നെ പോലെ മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത്. സ്ക്രീൻഷോട്ട് കണ്ടിട്ടും ഒന്നും മനസ്സിലായില്ല. പിന്നെ വീഡിയോയിൽ എന്ത് തേങ്ങയാണ് പറയുന്നതെന്നും പിടികിട്ടിയില്ല. പാട്ട് എന്തായാലും നല്ലപോലെ കേൾക്കാം, അതുകൊണ്ട് ക്ഷമിച്ചിരിക്കുന്നു. ഞാനതേ ഉള്ളൂ. പാട്ട് എന്തായാലും നന്നായിട്ട് കേൾക്കാൻ പറ്റിയതുകൊണ്ട് ഞാനും ക്ഷമിച്ചിരിക്കുന്നു. ഇനി അടുത്ത വീഡിയോ. അപ്പൊ മൂന്നാമത്തെ വീഡിയോ ആണ് കേട്ടോ. മൂന്നാമത്തെ വീഡിയോയിൽ പറയുന്നത് വേറെ ഒന്നല്ല. എനിക്ക് കുറച്ച് മെസ്സേജും കാര്യങ്ങളും പേഴ്സണലായിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു ഒരു അക്കൗണ്ടിൽ നിന്ന്. ഇങ്ങനെ അവൻ എന്നെ ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് എന്നെയും കുറച്ച് ശരിച്ചിട്ടൊക്കെ ഉണ്ട് പറഞ്ഞിട്ട്. അത് മാത്രമല്ല വേറെ കുറച്ച് പേരും കൂടി അയച്ചിട്ടുണ്ട്. അപ്പൊ എന്റെ ജസ്റ്റ് ഒന്ന് റെക്കോർഡ് ഒന്ന് കേട്ട് നോക്കണം കേട്ടോ. ആ പെണ്ണ് എന്റെ അടുത്ത് പറഞ്ഞാണ് ഈ വീഡിയോ ഒന്ന് ഇടണം എന്ന്. എന്നെ ഇഷ്ടം പറഞ്ഞേട്ടൻ അറിയായിരുന്നു. അവന് കേസുള്ള കാര്യം അറിയത്തില്ലായിരുന്നു. അതും കൂടെ ചോദിക്കും. നല്ല രീതിക്ക് തന്നെ പറയുന്നുണ്ട്. സ്വഭാവം എന്താണുള്ളതെന്നും കൂടെ വെച്ച് ഏട്ടൻ പറഞ്ഞൊന്ന് ഇട്. എന്നോട് അഭി പരിപാടിക്ക് വരുന്നുണ്ടോ ചോദിച്ച് എന്നോട് വിളിക്കുന്നുണ്ടായിരുന്നു. പിള്ളേരുള്ളൂ വാന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു പ്രോഗ്രാമിൽ. അപ്പൊ ഞാൻ എന്റെ ടീമിനോട് പരിപാടിയിലായിരുന്നു. ആ ടീമില് വരുന്നുണ്ട് ഈ വാടിയെന്ന് പറഞ്ഞു. അപ്പൊ
അപ്പൊ വരുമ്പോ അറിയാം നിനക്ക് ഞാൻ എങ്ങനെയാന്നുള്ളത് അറിയാം, പോലെ പോലെ നോക്കും, അങ്ങനെ വലിയ ഡയലോഗ് കയറി ഫോൺ ചെയ്യാൻ നേരത്തെ വെളുപ്പിനൊക്കെ ഫോൺ ചെയ്തിട്ട്. കേട്ടല്ലോ ഗൈസ്, ഇപ്പൊ ഇത്രയും നല്ലവന്റെ ഒപ്പമാണ് അവള് പോയിരിക്കുന്നത്. പിന്നെ എന്നെ പറഞ്ഞല്ലോ ഇപ്പൊ ഈ ഒരു യൂണിവേഴ്സ് പൂർത്തിയായി. അതായത് ഇവനെ ഉപേക്ഷിച്ച് ട്രൂ ലബ് ഏട്ടായിനെ ഉപേക്ഷിച്ച് പോയേക്കുന്ന കാന്താരി ചെന്ന് വെട്ടിയേക്കുന്നത് മറ്റൊരു സിംഹത്തിന്റെ മടയിലാണ് സുഹൃത്തുക്കളെ. അത് അതിനെക്കാട്ടി വലിയൊരു ഏട്ടായിയാണ്. ആ ഏട്ടായി ഇതുപോലെ ഉഡായിപ്ലിക്കേഷനായിട്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പൊ യൂണിവേഴ്സ് കംപ്ലീറ്റ് ആയി സുഹൃത്തുക്കളെ. നമ്മൾ മുമ്പ് കണ്ട പല യൂണിവേഴ്സിലെ അതേ സ്റ്റോറി ലൈനാണ്, ക്ലീശയാണ്, പുതുമയൊന്നും ഇല്ല. എങ്കിലും കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ബാക്കി പറയും. ഞാൻ കഞ്ചാവ് വലിച്ചു അത് വലിച്ചു ശരി ഓക്കെ. അവൻ കഞ്ചാവ് ചെടിയും നട്ട് കണ്ണി കണ്ട പെണ്ണുങ്ങളുടെ ഒപ്പവും പോയി എല്ലാം ഇതാക്കിയിട്ട് എനിക്ക് അവൻ തന്നെ കിട്ടിയല്ലോ. എനിക്ക് ഒരു കുഴപ്പമില്ല. നിന്റെ ഉമ്മർ തന്നെ അവൻ 2 പ്രാവശ്യം ഒരു പെണ്ണിനെ റൂമിൽ കയറ്റിയിട്ടില്ലേ? എല്ലാം അറിഞ്ഞിട്ടല്ലേ നീ അവന്റെ ഒപ്പം പോണ്. പിന്നെ നീ അത്ര നല്ലോണൊന്നും അല്ലാട്ടാ. നിന്റെ കുറച്ച് ഫണ്ട് വാങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. അതും കൂടി അടുത്ത വീഡിയോയിൽ ഞാൻ ഇടുന്നുണ്ട് ഗൈസ്. ഇവിടെ ഇതേപോലെ തന്നെ ഞാൻ ജയിലിൽ കിടക്കുന്ന സമയത്ത് എന്നെ വെച്ചുകൊണ്ട് ഇതേപോലെ തന്നെ കുറെ പേര് വെച്ച് നടന്നിട്ടുണ്ട്. ഈ പെലിയാടി മൂന്ന്. ഞാനപ്പോ ഇതിന്റെ ബാക്കിയുള്ള വീഡിയോ കാര്യങ്ങൾ എനിക്ക് അത്ര എനിക്ക് പെട്ടെന്ന് ഞാൻ ഇടുന്നതായിരിക്കും. ഓക്കെ ബൈ. ഈ വീഡിയോയുടെ പ്രത്യേകത എന്താണെന്നറിയോ? ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്യ്. മനസ്സിലായില്ല? ഈ വീഡിയോയിൽ അവൻ BGM ഇട്ടിട്ടില്ല. നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ഹായ് ഗൈസ്, അപ്പൊ 4ാമത്തെ വീഡിയോ ഉണ്ടോ? ഇത് കഴിഞ്ഞില്ലേടേ, നീ ഇതൊരു മെഗാ സീരിയലാക്കുവോ? കുഴപ്പമില്ല, എനിക്ക് സങ്കടം സഹിക്കാൻ വയ്യ. നീ ബാക്കി പറ്റൂ. ഇവിടെ പറയണത് വേറൊന്നുമല്ല. ഇവിടെ ഞാൻ ഉള്ളപ്പോ തന്നെ കുറെ പേരിനെ ഇവിടെ മുമ്പിച്ചിട്ടുണ്ട്. കുറെ പേരിനെ പറഞ്ഞാൽ കുറെ പേരിനെ മുമ്പിച്ചിട്ടുണ്ട്. അതില് എനിക്ക് കുറച്ചുപേര് മെസ്സേജ് അയച്ചുകൊണ്ട് ഇവിടെ പൈസ വാങ്ങിയിട്ടുണ്ട് ഒരാളുടെ നിന്ന്. എന്ത് മെയിൻ വേണ്ടി ഇതിനൊക്കെ നിൽക്കണം? ഇതിനെക്കാട്ടി നല്ല നീ പോയി തൂങ്ങിച്ചത്തോടെ. ഗൈസ്, അപ്പൊ ഈ പൈസ വാങ്ങിയ പ്രൂഫ് ഒന്ന് അവിടെ മറ്റേ സ്ക്രീൻ റെക്കോർഡ് ഒന്ന് എനിക്ക് അയച്ചാൽ കിട്ടും. അതൊന്ന് ജസ്റ്റ് നോക്കി നോക്കട്ടെ നിങ്ങൾ. അതിനയച്ചേക്കുന്ന ആ ഒരു സ്ക്രീൻഷോട്ട് നമുക്കൊന്ന് നോക്കാം. ഇവിടെ അഞ്ജൂസിന്, അതായത് ഈ പെൺകുട്ടിക്ക് അങ്ങോട്ട് മെസ്സേജ് അയച്ചേക്കുന്നതാണ് ഗൂഗിൾ പേയിലെ ഹെലോ. 10 രൂപ അങ്ങോട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട്. തിരിച്ചിങ്ങോട്ട് ഹായ് പോയി കിടന്നുറങ്ങടി കുരുപ്പേന്ന് പറഞ്ഞപ്പോൾ തിരിച്ചിങ്ങോട്ട് 5 രൂപ അയച്ചിട്ടുണ്ട്. 10 രൂപ അയച്ച് തിരിച്ച് 5 രൂപ ഇങ്ങോട്ട് അയച്ച്. അളിയെ ചുമ്മാ കളിക്കല്ലേ, നീ കാര്യമായിട്ട് പറയണോ? ഇതായിരിക്കത്തില്ല, നമുക്ക് മുന്നോട്ട് കാണാം. നമുക്ക് ഇതിലും വലിയ എമൗണ്ട് ഉണ്ടായിരിക്കും. ഈ അയച്ചു, ഇനിയെങ്കിലും കാൾ എടുക്ക് പ്ലീസ്. കോൾ എടുക്കുന്നില്ല എന്ന് തോന്നുന്നു ആ കുട്ടി. 1000 രൂപ എന്നിട്ട് വീണ്ടും അയച്ചു. കോൾ എടുക്കാത്ത ആൾക്ക് പിന്നെ അങ്ങോട്ട് 1000 രൂപ അയച്ചു കൊടുത്തു. എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച ക്യാഷ് ഇനിയെങ്കിലും തന്നൂടെ മോളെ. ഷോ, ഈ കുട്ടികളൊക്കെ എന്താ ഇങ്ങനെ നോട്ടി ഗേൾസ്? എന്താണെങ്കിലും 5 ഈ കുട്ടിക്ക് അങ്ങോട്ടേക്ക് കിട്ടിയേക്കുന്ന പൈസയുടെ എമൗണ്ട് നമ്മൾ നോക്കുമ്പോൾ 8310 രൂപയാണ് ഈ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് അങ്ങോട്ടേക്ക് അയച്ചു കൊടുത്തിട്ടുള്ളത്. എന്നാൽ തിരികെ വെറും 5 രൂപ മാത്രമാണ് ഈ പെൺകുട്ടി കൊടുത്തിട്ടുള്ളത് സുഹൃത്തുക്കളെ. വെറും 5 രൂപ മാത്രം. എന്നാലും അത് തന്നെ കണക്കായില്ലേ, 5 രൂപ തിരിച്ചു കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇനി 5 ദിവസം തിരിച്ചു കൊടുക്കാനുള്ള എമൗണ്ട് എത്ര? 8305 രൂപയാണ് സുഹൃത്തുക്കളെ ഈ കുട്ടിക്ക് തിരിച്ച് കൊടുക്കാനുള്ളത്. സില്ലി ഗേൾസ്. എന്നാണെങ്കിൽ ഇതിന് ശേഷം അവനൊരു കുറച്ച് സ്റ്റോറിക്കകത്ത് കിടന്ന് കളിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് അതിന് 2 സ്റ്റോറിയാണ്. ഇങ്ങനെ കുറെ ആൾക്കാരുണ്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് BGM ഇട്ട് കരയുന്നത്. ഇവന്റെ ലിപ്പ് വായിക്കാൻ ഞാൻ മാക്സിമം ശ്രമിച്ചു, പക്ഷെ പറ്റിയില്ല. പിന്നെ ലിപ്പ് നമുക്ക് റീഡ് ചെയ്യാൻ സുഹൃത്തുക്കളെ എന്താണ് ഇവൻ പറഞ്ഞതെന്നുള്ളത്. പെട്ടെന്ന് കിട്ടിയ വലിയ ആരൊക്കെയോ നിന്റെ വലിയ ലോകം എന്നാണ് നിന്റെ വിചാരം. അതൊരു ലോകമല്ലടി. പെട്ടെന്ന് കിട്ടിയ സ്നേഹം പെട്ടെന്ന് പോകുന്ന. ബ്രോ സെഡ് ദ ട്രൂത്ത്. അങ്ങനെ എന്താ പറയാ, ഞാൻ പറഞ്ഞില്ല, എനിക്ക് ബ്രോന്റെ സങ്കടം കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റണില്ല ഗൈസ്. ഞാൻ അതുകൊണ്ടാണ് എനിക്ക് അല്ലെങ്കിലും അങ്ങനെയാണ്. ഞാൻ ഒരു ഇച്ചിരി ലോല ഹൃദയമാണ് സുഹൃത്തുക്കളെ. ആരെങ്കിലും കരയുന്ന കാണുമ്പോൾ എനിക്കും സങ്കടം വരും. പിന്നെ ഞാൻ അതല്ലേ പറഞ്ഞു, ഞാൻ ആക്ച്വലി ഇവരെ റോസ്റ്റ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിട്ട് എനിക്ക് പറ്റാത്തതിൻ്റെ കാര്യം അത് തന്നെയാണ് സുഹൃത്തുക്കളെ. നമ്മളെ കൊണ്ടത് പറ്റില്ല. എന്താണെങ്കിലും ട്രൂ ലബ് മൂഞ്ചിയതിന് ശേഷം കലിപ്പൻ എന്താണെങ്കിലും ഇങ്ങനെയാണ് നിൽക്കുന്നത്. എന്താണെങ്കിലും ഇതിന് ശേഷം കലിപ്പത്തി കാന്താരി എന്താണ് കാന്താരിയുടെ അവസ്ഥ നമുക്ക് നോക്കാം. ഏ
ഇതാണ് നമ്മുടെ കേന്ദരിയുടെ അവസ്ഥ. ഇനി ഇവരുടെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞേക്കുന്ന ഇവരുടെ ഒരു ലവ് സ്റ്റോറിയിലോട്ട് നമുക്ക് വരാം. ഫേസ്ബുക്ക് ഉണ്ടായിരുന്നു, അതിലേക്ക് മെസ്സേജ് അമ്മയുടെ അക്കൗണ്ടിൽ നിന്ന് അതിലേക്ക് മെസ്സേജ് ഫോട്ടോ ഒക്കെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഒരു ക്രഷ് തോന്നി, അങ്ങനെ മെസ്സേജ്. 12ാമത്തെ വയസ്സിൽ ക്രഷ് അടിച്ചു വിഷ്ണുവിനോട്. ശരിക്കും അന്ന് ക്രഷ് അടിക്കാൻ വിഷ്ണുവിന്റെ എനിക്ക് അറിയില്ല കേട്ടോ, ഞാൻ ആ സമയത്ത് വിഷ്ണുവിനെ കണ്ടിട്ടുള്ള വിഷ്ണുവിനെ മാത്രമേ കണ്ടുള്ളൂ. ആ സമയത്ത് എങ്ങനെ ലുക്ക്? ആ സമയത്ത് മുടിയൊക്കെ ഉണ്ടായിരുന്നു, മുഖത്തൊക്കെ സ്റ്റെഡൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. മൂക്കൂത്തിണ്ടായിരുന്നു, എല്ലാവരും സ്റ്റെഡൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം പോയി. ഇപ്പൊ എല്ലാം ഊരി, അതും തന്നെ കാരണം എല്ലാം ഊരിക്കോ വന്ന് പെണ്ണുങ്ങളൊക്കെ നോക്കുന്നുണ്ട്. കാരണം ആ പ്രായത്തിൽ ഇഷ്ടപ്പെട്ട അതൊക്കെ കണ്ടിട്ടല്ലേ അതൊക്കെ കണ്ടിട്ടാണ്. പിന്നെ ആൾക്കാർ കഞ്ചാവ് അങ്ങനെയൊക്കെ പറയുന്നതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. അല്ലെങ്കിൽ എന്റെ വീട്ടുകാരൊക്കെ പറയും, വീഡിയോ ഇട്ടപ്പോൾ തന്നെ ഇങ്ങനെ പറയാൻ തുടങ്ങി, അപ്പൊ ഇതുകൂടെ കണ്ട പിന്നെ പറയണ്ട, അങ്ങനെ തന്നെ പറയത്തുള്ളൂ. അതൊക്കെ കൊണ്ട് നിർത്തിയിട്ട് പിന്നെ മര്യാദ. ഈ പെൺകുട്ടിക്ക് ഇപ്പൊ ഇവനെ വേണ്ടാന്ന് പറഞ്ഞതിന്റെ മെയിൻ റീസൺ ഇവൻ കഞ്ചാബാന്നും പറഞ്ഞുകൊണ്ടാണ് ഈ കുട്ടി ഇവനെ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാ അക്കൗണ്ടിൽ ഐ ലവ് യു ഞാൻ വിചാരിച്ചു, ഞാനാ കോഴി വിചാരിച്ചു വലിയൊരു കോഴി ഇവളാണോ. ഇനി അടുത്ത ഒരു അധ്യായത്തിലേക്ക് ഇതിന്റെ ഒരു ക്യാമിയോ എൻട്രി ഉണ്ടാവും സുഹൃത്തുക്കളെ. മറ്റാരുമല്ല, ഈ ഇവർക്കിടയിലോട്ട് കടന്നു വന്നിരിക്കുന്ന മൂന്നാമതൊരാൾ, ഈ പെൺകുട്ടീനായിട്ട് ഇഷ്ടത്തിലായി ഇപ്പൊ മറ്റൊരു ബന്ധത്തിലോട്ട് പോയിരിക്കുന്ന ആ ഒരു വ്യക്തി ഉണ്ടല്ലോ, ഫേവറേറ്റ് മൈൻ, നമ്മുടെ ഈ കുട്ടിയുടെ മൈൻ, അവന്റെ ഒരു എൻട്രികൾ ഉണ്ടായിരിക്കും സുഹൃത്തുക്കളെ. അതൊരു ഒന്നൊന്നര സംഭവമായിരിക്കും. എൻ്റെ പൊന്നിടാവേ, ഇതാണ് ഗൈസ് പറയുന്നത്. ഒരു റിലേഷൻഷിപ്പിന്റെ ഇടയിലോട്ട് ഒരിക്കലും ഒരു കാരണവശാലും ഒരു തേർഡ് പേഴ്സണെ കടത്തി വിടാണ്ടിരിക്കുക. അത് ബോയുടെ സൈഡിൽ നിന്നാണെങ്കിലും ഗേളിന്റെ സൈഡിൽ നിന്നാണെങ്കിലും. കാരണം ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിന്റെ ഇടയിലോട്ട് വരുമ്പോഴത്തേക്കിന് അത് സ്പോയിൽ ആവാനുള്ള ചാൻസസ് വളരെ വളരെ ഹൈ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതിപ്പോൾ ചില ആളുകൾ കല്യാണം കഴിച്ചതിന് ശേഷം ഉള്ള ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലോട്ട് ഇപ്പോൾ ഒരു തേർഡ് പേഴ്സൺ വെളിയിൽ നിന്നുള്ള ഒരാളാവണമെന്ന് നിർബന്ധമില്ല. അവരുടെ വീട്ടിലുള്ള അവരുടെ പേരൻസ് തന്നെ ആയെന്ന് വന്നേക്കാം, അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾ. ഇവരൊക്കെ തന്നെ നമ്മുടെ ഇപ്പം ഏതൊരു വ്യക്തിയാണെങ്കിലും ഒരു റിലേഷൻഷിപ്പിൽ ഒരു ബോയും ഗേളും ഉണ്ടെങ്കിൽ അവർക്ക് രണ്ടുപേർക്ക് മാത്രമായിരിക്കും ആ റിലേഷൻ്റെ ഇടയിൽ സ്ഥാനം ഉണ്ടാവേണ്ടത്. അവിടേക്ക് മറ്റൊരാളെ ഒരു കാരണവശാലും ഒരു എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ കടത്തി വിടാണ്ടിരിക്കുക എന്നുള്ളത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കാണിക്കേണ്ടുന്ന ഒരു വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ ഓപ്പോസിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും നാണ്ട് ഇവനാണെങ്കിൽ കഞ്ചാബാണ് പഞ്ചാബാന്ന് ഇപ്പുറത്തെ ഒരു പെൺകുട്ടി പറയുന്നു. ഇവൻ 24 മണിക്കൂറും കൂടെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കണം, അവൻ ജോലിക്ക് പോകണ്ട, അവൻ്റെ അച്ഛൻ വന്ന് തന്നെ നോക്കിക്കോളും എന്ന് പറഞ്ഞ് ജോലിക്കും കൂലിക്കും പോവാതെ ഒരു വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത ഇതുപോലെ രണ്ട് പേര് തമ്മിൽ ഒത്തുചേരുമ്പോഴത്തേക്കിന് ഇതല്ല ഇതിനപ്പുറം സംഭവിച്ചില്ലെങ്കിലേ പറയാൻ ഉള്ളൂ, അത്ഭുതമുള്ളൂ. അസ്ഥിക്ക് പിടിച്ച പ്രേമം ഇങ്ങനെ. എന്നാണെങ്കിലും നിങ്ങളുടെ ലൈഫ് ഇത്രത്തോളം മൂഞ്ചി തെറ്റി നിൽക്കുകയാണെങ്കിൽ നമ്മളെ പോലുള്ള റിയാക്ഷൻ ബ്ലോഗേഴ്സിനും അതുപോലെ ട്രോളർമാർക്കൊക്കെ കണ്ടന്റ് തരാനെ കൊണ്ട് ഒരിക്കലും മടി കാണിക്കാത്ത നിങ്ങളുടെ ആ ഒരു ചേതോ വികാരത്തെ ഞാൻ ഒരിക്കലും കുറച്ച് കാണുന്നില്ല. സൂപ്പർ ആയിട്ടുണ്ട്. എന്നാണെങ്കിൽ ഇത്രയും കഴിഞ്ഞ് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പം ശരി, ബൈ.